MiG-21 വിമാനങ്ങൾ വിരമിക്കുന്നു. ചണ്ഡീഗഡ് എയർബേസിൽ വിരമിക്കൽ ചടങ്ങിന്റെ പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ നടത്തി. നാളെയാണ് MiG-21 വിമാനങ്ങൾ വിരമിക്കുന്നത്. മിക്കോയാൻ ഗുരേവിച്ച് 21 6 പതിറ്റാണ്ട് നീണ്ട സേവനം. സോവിയറ്റ് യൂണിയനിലെ മിക്കോവിച്ച് ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത സൂപ്പർസോണിക് ജെറ്റ് യുദ്ധവിമാനവും ഇന്റർസെപ്റ്റർ വിമാനവുമാണ് MiG-21. 4 ഭൂഖണ്ഡങ്ങളിലായി ഏകദേശം 60 രാജ്യങ്ങൾ MiG-21 പറത്തിയിട്ടുണ്ട്. വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട സൂപ്പർസോണിക് ജെറ്റ് വിമാനം. 1963 MiG-21 ഇന്ത്യയിലേക്ക് എത്തുന്നത്. പിന്നീട് 800-ലധികം MiG-21 വിമാനങ്ങൾ വ്യോമസേനയിൽ ഉൾപ്പെടുത്തി. 2024 കണക്കനുസരിച്ച് ഏകദേശം 40 MiG-21 വിമാനങ്ങളാണ് വ്യോമസേനയിലുള്ളത്. എല്ലാം ഈ മാസം 26-ന് വിരമിക്കും. ചണ്ഡീഗഡ് എയർബേസിൽ നടത്തിയ വിരമിക്കൽ ഡ്രസ് റിഹേഴ്സലിൽ അവസാനമായി MiG-21 വിമാനങ്ങൾ ആകാശത്തെ പ്രകടനം കാഴ്ചവെച്ചു. വിമാനങ്ങൾക്ക് വാട്ടർ സല്യൂട്ട് നൽകി. വൈകാരിക മുഹൂർത്തമെന്ന് എയർഫോഴ്സ് വക്താവ് വിംഗ് കമാൻഡർ ജയ്ദീപ് സിംഗ്. It is an emotional moment for everyone, all the pilots who flown, in fact for the Air Force, since MiG-21 has served for more than 6 decades. 1965-ലെയും 71-ലെയും യുദ്ധങ്ങളിൽ നിർണായകമായിരുന്നു MiG-21 വിമാനങ്ങളുടെ പങ്ക്. ഈസ്റ്റ് പാകിസ്ഥാനിലെ എയർഫീൽഡുകളിൽ ബോംബിംഗ് നടത്തിയത് MiG-21 വിമാനങ്ങളായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയിൽ എണ്ണത്തിലും ശക്തിയിലും സേവനകാലത്തിലും ഏറ്റവും കൂടുതലെന്ന് നിസ്സംശയം പറയാവുന്ന MiG-21 പറക്കൽ അവസാനിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.